യാസീനിലെ ചില ആയത്തുകൾ ആവർത്തിച്ചോതുക, എന്നിട്ട് അവസാനം ദുആ ചെയ്യുക. ഇങ്ങനെയുള്ള ചില പതിവുകൾ ചില മഹാന്മാർ ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വിധം പറഞ്ഞുതരാം. അതൊരു വിധാണ്. അതൊരു വിധം 313 യാസീൻ ഒന്നിച്ചോതുന്ന ആ ഒരു വിധം കുറച്ച് വലിയ വിധമാണ്. അതല്ല, ഒരാൾ എന്ത് ചെയ്യുന്നു, ഒരൊറ്റ യാസീൻ തന്നെ, കൂടുതൽ നേരല്ല, ഒരു യാസീൻ ഓതുക, എന്നിട്ട് ചില ആയത്തുകൾ ആവർത്തിച്ചോതുക. ഉദാഹരണം, യാസീൻ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ അതിൽ 7 തവണ ഓതുക. പിന്നെ ബാക്കിയുള്ള ആയത്തുകൾ അങ്ങനെ ഓതിപ്പോവുക. വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. അവിടെ എത്തിയാൽ ആ ആയത്ത് 16 വട്ടം 14 വട്ടം ഓതുക. 14 വട്ടം ഓതുക. പിന്നെ അങ്ങനെ മുന്നോട്ട് പോവുക. ആ 14 വട്ടം ഓതി കഴിഞ്ഞാൽ അങ്ങനെ ആദ്യം ഒരു വട്ടം ഔദു ബിസ്മി ഓതി, യാസീൻ എന്ന വാക്ക് മാത്രം 7 വട്ടം ഓതി. പിന്നെ ബാക്കിയുള്ള ആയത്തുകളൊക്കെ സാധാരണ ഓതും പോലെ ഓതി വശംസു തജ്രീന്റെ അവിടെ എത്തുമ്പോൾ അത് 14 വട്ടം 14 വട്ടം ഓടുക. അങ്ങനെ വീണ്ടും മുന്നോട്ട്. ആ 14 കഴിഞ്ഞാൽ വീണ്ടും അത് സാധാരണഗതിയിൽ മുന്നോട്ട് പോവുക. പിന്നെ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. സലാമത്താണല്ലോ എല്ലാവർക്കും വേണ്ടത്. അത് 16 വട്ടം ഓടുക. പിന്നെയോ അത് കഴിഞ്ഞാൽ 16 കഴിഞ്ഞാൽ അത് ആദ്യം യാസീൻ എന്ന പദം 7, വശംസു തജ്രീന്റെ അവിടെ എത്തിയാൽ അത് 14, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം 16. വീണ്ടും മുന്നോട്ട് പോവുക സാധാരണഗതിയിൽ. പിന്നെ അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിഖാദിരിൻ അലാ യഖ്ലുഖ മിസ്ലഹും ബലാ. ആകാശഭൂമികളെ പടച്ചവൻ ഇതായി, തത്തുല്യം നിങ്ങൾക്ക് തുല്യപ്പെട്ടവനെ പടക്കാൻ യോഗ്യരല്ലേ, കഴിവുള്ളവനല്ലേ. ബലാ അവിടെ എത്തിയാൽ ആ ആയത്ത് 4 വട്ടം ഓതുക. അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിഖാദിരിൻ അലാ യഖ്ലുഖ മിസ്ലഹും ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം എന്ന ആയത്ത് 4 വട്ടം ഓതുക. പിന്നെ സാധാരണ നിലയിൽ പൂർത്തിയാക്കുക. അപ്പോൾ 41 വട്ടമായി ആവർത്തിച്ചത്. യാസീൻ എന്ന പദം 7 വട്ടം. അത് 14. 7ഉം 14ഉം എത്രയായി? 21. പിന്നെയോ പിന്നെ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്നത് 16. 21 16 എത്ര? 37. പിന്നെ എന്ത് ചെയ്തു? അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിഖാദിരിൻ അലാ യഖ്ലുഖ മിസ്ലഹും ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം. 4 37 4 41 ഒറ്റയിരുത്തം വായിക്കുക. ഇത് മഹാന്മാർ ഉപദേശിക്കാറുണ്ട്. പ്രയാസങ്ങളൊക്കെ ഉള്ള സമയത്ത് യാസീൻ ഒറ്റോട്ടൂര അത്രേ കഴിയുള്ളെങ്കിൽ 313 ഓടുക, 111 ഓടുക, 100 ഓടുക, 41 ഓടുക. അതൊക്കെ വേറെയുള്ള അമലുകളാണ്, വലിയ അമലുകളുമാണ്. ഒറ്റ ഓടാൻ നേരുള്ളൂ. ഒരു പ്രയാസത്തിന് മുന്നിൽ വന്ന് പെട്ടെന്ന് ആ വിഷയത്തിലേക്ക് പോകേണ്ടതുണ്ട്. എന്നാൽ ഒറ്റ യാസീൻ ഇങ്ങനെ ചെയ്താലും വലിയ ഫലമുണ്ടാവും എന്ന് മഹാന്മാർ പല ആളുകളെയും ഉപദേശിച്ചതായി കാണാൻ കഴിയും. ഇന്ന് അതേപോലെ തന്നെയാണ് എന്ത് ചെയ്യുക, അതേപോലെ തന്നെയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി സ്വലാത്തുൽ ഹാജത്തിന്റെ നിസ്കാരം നിസ്കരിക്കുക. 2 റക്അത്ത് നിസ്കരിക്കുക. ആ നിസ്കാരത്തിൽ ഈ യാസീനോടനുബന്ധിച്ച നിസ്കാരങ്ങൾ ചില മഹാന്മാർ രേഖപ്പെടുത്തിയതായി കാണുന്നുണ്ട്. അതെങ്ങനെയാ? തന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ആവശ്യങ്ങൾ നേടിയെടുക്കാനും ബുദ്ധിമുട്ടുകൾ തീരാനും വേണ്ടി 2 റക്അത്ത് നിസ്കരിക്കുന്നു. നിസ്കാരം അനുവദനീയമായ ഏത് സമയത്തും ഇത് ചെയ്യാം. നിസ്കാരം അനുവദനീയമായി പകലോ രാത്രി ഏത് സമയത്തും ചെയ്യാം. ആ 2 റക്അത്ത് എങ്ങനെ ചെയ്യേണ്ടത്? ഫാത്തിഹ 7 വട്ടം. ഫാത്തിഹ കഴിഞ്ഞാൽ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ 7 വട്ടം ചിന്തിക്കാം. ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ 7, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ 7. ഒന്നാമത്തെ റക്അത്ത് കഴിഞ്ഞു. രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹ 7, സൂറത്തുൽ ഇഖ്ലാസ് 7. അങ്ങനെ 2 റക്അത്ത്. അതായത് ആദ്യത്തെ റക്അത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി വജ്ജത്ത് ഓതി കഴിഞ്ഞതിന് ശേഷം 7 തവണ ഫാത്തിഹ ഓതുക, 7 തവണ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ ഓതുക. എന്നിട്ട് ആ റക്അത്ത് സാധാരണയായി റക്അത്തായി നിസ്കരിച്ച് വീണ്ടും 2ാമത്തെ റക്അത്തിലേക്ക് വരിക. 2ാമത്തെ റക്അത്തിലും എന്ത് ചെയ്യുക? 7 ഫാത്തിഹ ഓതുക, 7 ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക. എന്നിട്ട് സാധാരണ പോലെ നിസ്കരിച്ച് 2 റക്അത്ത് കഴിഞ്ഞ് സലാം വീട്ടുക. എന്നിട്ട് പോയി യഖ്റഉ സൂറത്ത് യാസീൻ
ഒരു യാസീൻ ഓതുക. വയുസല്ലി അലൻ നബിയിൽ മുസ്തഫ ഖദറ മാ തസ്തതിഉ ഔ തഖറഉ സൂറത യാസീൻ 3 മററാത്തിൻ വതുസല്ലി അലൻ നബി ഖദറ മാ തസ്തതിഉ. ഒന്നിരിക്കൽ ഒരു വട്ടം യാസീൻ ഓതുക, പിന്നെ കഴിഞ്ഞത്ര സ്വലാത്തില്ല. അല്ലെങ്കിൽ ഒരു 3 യാസീൻ ഓതുക, കഴിഞ്ഞത്ര സ്വലാത്തില്ല. ദുആ ചെയ്യുക. ഇതും ഒരു വഴിയാണ്, ഇതൊരു വഴിയാണ് എന്നും മഹാന്മാർ ഉപദേശിക്കാറുണ്ട്. യാസീന്റെ 2 വഴി. ഒന്ന് ആദ്യം പറഞ്ഞു, ഒരു പ്രത്യേക അദദ് കണക്കാക്കിയിട്ട് അത് ആവർത്തിച്ച് ചൊല്ലിയിട്ട് ഇടക്കിടക്ക് ദുആ ചെയ്യുക. ഓരോ യാസീൻ കഴിയുമ്പോൾ ദുആ ചെയ്യുക. 2, യാസീനിലെ ചില ആയത്തുകൾ ആവർത്തിച്ചിട്ട് ദുആ ചെയ്യുക. 3, നിസ്കരിച്ചിട്ട് 2 റക്അത്ത് നിസ്കരിക്കുക. ആ നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് ഒരു യാസീൻ ഓതുക. യാസീന് വേണ്ടി മുമ്പ് ആദ്യം നിസ്കരിക്കുക, എന്നിട്ട് ഒരു യാസീൻ ഓതുക. നിങ്ങൾ റസൂലുള്ളാഹിക്ക് കുറച്ച് സ്വലാത്തില്ല, ദുആ ചെയ്യുക. അല്ലെങ്കിൽ 3 യാസീൻ ഓതുക, റസൂലുള്ളാഹിക്ക് കുറച്ച് സ്വലാത്തില്ല, നിങ്ങൾ ദുആ ചെയ്യുക. പ്രശ്നം പരിഹരിക്കും. ഇങ്ങനെ ആയിരക്കണക്കായ വിധങ്ങൾ ഉണ്ട്. ഈ വിധങ്ങൾ ഇനി വിശദീകരിക്കുന്നില്ല. ഇങ്ങനെ ആയിരക്കണക്കായ വിധങ്ങൾ ഉണ്ട്. ചിന്തിക്കണം, ഞാൻ വിശദീകരിക്കുന്നില്ല. അത് പറഞ്ഞാൽ തീരാത്ത കാര്യമാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെയുണ്ട്. പ്രശ്നങ്ങൾ പരിഹരിക്കും. ധാരാളം ആളുകൾ ഇതൊക്കെ ലക്ഷ്യം കണ്ട സംഗതികളാണ്. ആയിരക്കണക്കായ കൊല്ലങ്ങളായി മനുഷ്യർ നടത്തിപ്പോകുന്ന അമലുകളാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ കാര്യം നമുക്ക് എളുപ്പമാവും. ഒരുപാട് അധ്യായങ്ങൾ ഇതുപോലെ ഫളലുകൾ ഉള്ളത്. എല്ലാ അധ്യായത്തിനും ഫളലുണ്ട്. ചില വിഷയങ്ങൾക്ക് ചില വിധങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് വിശദീകരിക്കാൻ ഇതൊരു വിഷയമായി, നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു വിഷയമാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ കാര്യങ്ങൾ ഇനിയും വിശദീകരിക്കും മറ്റൊരിക്കൽ. ഒരുപാട് ഫലങ്ങളുണ്ടാവും. സിഹർ അടക്കം ബാത്തിലാവും. സിഹർ ബാത്തിലാവുക എന്ന് പറഞ്ഞാൽ അതിന് ഒന്നിരിക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കെട്ടയച്ചു തരും. അല്ലെങ്കിലോ ചിലപ്പോൾ ഒരാൾ നമ്മൾക്ക് കണ്ണിൽ കാണിച്ചു തരും. അതുവഴി അത് നിസ്സാരമായിട്ട് പരിഹരിക്കുകയും ചെയ്യും. ഇവിടെയൊക്കെ എന്ത് വേണം? ഇവിടെയൊക്കെ മർമ്മപ്പെട്ട ഒരു കാര്യം കൂടി വേണ്ടതുണ്ട്. മർമ്മപ്പെട്ട കാര്യം 5 വക്ത് കൃത്യമായി നിസ്കരിക്കുക, പടച്ചോനെ പേടിക്കുക, അള്ളാഹുവിനെ പേടിച്ച് നിസ്കരിക്കുക, ഹറാമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, ഹലാല് കൊണ്ട് തൃപ്തിപ്പെടുക, ഹറാമിൽ നിന്ന് മാറി നിൽക്കുക. അഊദു ബില്ലാഹ്. ഹറാമിനെ തൊട്ടും ദോഷങ്ങളെ തൊട്ടും നമ്മളെ വിചാരങ്ങൾ കൊണ്ടുണ്ടായ തെറ്റുകളിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുകയും നമുക്ക് മാപ്പ് ചെയ്തു തരുകയും ചെയ്യട്ടെ. അല്ലാഹ് നമുക്ക് മാപ്പ് ചെയ്യണമേ. അള്ളാഹിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് അമൽ ചെയ്യുക. അമൽ ചെയ്യുമ്പോൾ വെറും അമൽ മാത്രമാകരുത്. ഒരു അമലാണ് ചെയ്യുക, പിന്നെയും സിനിമയ്ക്ക് ഇരിക്കുക. അങ്ങനെയല്ല. ഒരു അമലാണ് ചെയ്തു പിന്നെ അടുത്ത പരിപാടിക്ക് വീണ്ടും തോന്നിയാസത്തിന്, അങ്ങനെയല്ല. എൻ്റെ ജീവിതത്തിലെ ചിട്ടകളൊക്കെ ഒന്ന് മാറ്റുക. 5 വക്ത് നിസ്കരിക്കുക, ഖുർആൻ അവലംബിക്കുക, ഖുർആൻ ഓതുക, ഖത്തം തീർത്ത് ദുആ ചെയ്യുക. ഇടക്കിടക്ക് ഖുർആൻ ഖത്തം തീർക്കാൻ വേണ്ടി നിയത്ത് ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള അമലുകൾ ചെയ്യുക. രാത്രിയായാൽ വാഖിഅ ഓതുക. നമുക്കറിയാലോ സൂറത്തുൽ വാഖിഅ എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്റെ സൂറത്തുൽ ഗിന, സമൃദ്ധിയും സമ്പത്തും കൊണ്ടുവരുന്ന അധ്യായമാണ്. നമുക്ക് മുഹമ്മദ് മുസ്തഫ ഇതൊക്കെ ചെയ്യുക. പരലോകത്തെ സമ്പത്താണ് സൂറത്തു തബാറക ഓതുക, വാഖിഅ ഓതുക, ഇതൊക്കെ ചെയ്യുക. അങ്ങനെ നിത്യജീവിതത്തിൽ വ്യത്യാസങ്ങൾ കൊണ്ടുവരിക. മനുഷ്യരോട് നല്ല രൂപത്തിൽ പെരുമാറുക, സാധുക്കളോട് സഹകരിക്കുക, തൻ്റെ ധനത്തിൽ നിന്ന് സാധുക്കൾക്ക് കൊടുക്കുക, കടം വീട്ടാളുകൾ കടം വീട്ടുക, പാവപ്പെട്ട മനുഷ്യന്മാരെ വേദനകൾ അകറ്റാൻ ശ്രമിക്കുക, ബുദ്ധിമുട്ടിയവരിന് നല്ല നിലക്കെങ്കിലും വാക്യം കൊണ്ടുവന്ന് സഹകരിക്കുക, നാട്ടിലെ നന്മ കൊണ്ട് സഹകരിക്കുക, നല്ലത് ചെയ്യുക, നല്ലത് പറയുക, ഇബ്ലീസിന്റെ വഴികളെ കെട്ടിയിടുക, ദേശങ്ങളെ കുറക്കുക, നാനാജാതി മതസ്ഥർക്കും നന്മ ചെയ്യുക, ജാതി മതഭേദമന്യേ മനുഷ്യർക്ക് നന്മ ചെയ്യുക. ഏത് ജാതി മനുഷ്യരാണെങ്കിലും അവരൊക്കെ പടച്ചോന്റെ പടപ്പുകളാണ്. അവരോട് ശത്രുത വെച്ച് നടക്കാതിരിക്കുക. അവൻ എന്തായാലും അവൻ ആരായാലും അവനോട് ഇങ്ങോട്ട് അവൻ ഇങ്ങോട്ട് ശത്രു ഉണ്ട്, നീ അങ്ങോട്ട് ശത്രു വെക്കണ്ട. അത് അവന്റെ ബുദ്ധിമോശം. അവന്റെ ബുദ്ധിമോശം. അവൻ RSSകാരനാണ്. അവൻ എന്നെ തലവട്ടം വിചാരിച്ച് നടക്കാണ്. അത് അവന്റെ ബുദ്ധിമോശം. നീ തിരിച്ചു അങ്ങനെ ചെയ്യരുത്. എങ്കിലൊക്കെ മാറ്റങ്ങളുണ്ടാവും. മനുഷ്യന്റെ മനസ്സ് മാറും. പടച്ചതമ്പുരാനിൽ എല്ലാവർക്കും നന്മ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക, നന്മ കൊണ്ട് സഹകരിക്കുക, നന്മ കൊണ്ട് സഹകരിക്കുക. ഏത്
ശത്രുവിനോട് മാന്യമായി പെരുമാറുക. അതേപോലെ തന്നെ അയൽവാസികൾക്ക് നല്ലത് പറയിപ്പിക്കുക. അയാളുണ്ടെങ്കിൽ നമ്മളൊന്ന് മരിച്ചാൽ അവർക്ക് അയാളുണ്ടെങ്കിൽ പെണ്ണുണ്ടെങ്കിൽ എന്ന് അവർക്ക് തോന്നണം. ഇങ്ങനെയൊക്കെ ആയാൽ ഈ അമലുകൾ എളുപ്പം ഉപകരിക്കും. ചില അമലുകളിൽ നന്മ ചെയ്യുന്ന ആളാണെങ്കിൽ പെട്ടെന്ന് അമൽ ഉപകരിക്കും. എന്തുകൊണ്ട്? അതിന്റെ മോക്കലീങ്ങളായ മലക്കുകൾ ഉണ്ടാവും. ആ മലക്കുകൾക്ക് ഇയാളെ കാര്യത്തിൽ സന്തോഷം ഉണ്ടാവും. അവർ ഇസ്തിഗ്ഫാർ ചെയ്യും, അവർ അള്ളാഹിനോട് പറയും, ശുപാർശ ചെയ്യും, കാര്യങ്ങൾ പരിഹരിക്കും. അല്ലാഹു തആല നേരത്തെ തന്നെ ഇവന്റെ ചില കാര്യങ്ങളിൽ സന്തോഷമുണ്ട്. ഈ അമലിനെ കൈ നീട്ടിയപ്പോൾ പെട്ടെന്ന് അല്ലാഹു പരിഹരിച്ചു കൊടുത്തു. അങ്ങനെ ഉണ്ടാവും. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക. നിസ്കാരത്തിലാണ്, വീട്ടിലെ പെരുമാറ്റങ്ങൾ. ബാങ്ക് കൊടുത്താൽ പള്ളി പോകണം. ഇപ്പൊ പള്ളി പോകാൻ കഴിയില്ല, എന്നാ വീട്ടിൽ നിസ്കരിക്കണം. നിത്യജീവിതത്തിൽ പടച്ചവനെ പേടി കൊണ്ടുവരിക. ഹലാലായ സമ്പത്ത് മതിയെന്ന് മതിയാക്കുക. പിന്നെ തന്നാൽ കഴിയുന്ന വിധത്തിൽ നന്മ ചെയ്യുക. ഇതൊക്കെ മനുഷ്യന് ഏത് അമലും ഉപകരിക്കാൻ സബബുകളാണ്. അങ്ങനെയൊക്കെ ആയാൽ മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങളും മാറ്റങ്ങളും ഉണ്ടാവും. അതൊക്കെ ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്ന് എന്റെ നഫ്സിനോടും നിങ്ങളോടും എല്ലാവരോടും ആവശ്യപ്പെട്ടുകൊണ്ട്